ഹായ്, ഞാൻ സുനി. സുനീസ് കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണല്ലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. മറഞ്ഞിരിക്കുന്ന പൂന്തോട്ടം. അതാണ് ഇന്നത്തെ കഥ. പണ്ട് പണ്ട് ഒരു ശാന്ത സുന്ദരമായ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ ഉൾഭാഗത്തായിട്ട് ഒരു പഴയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ പ്രേതബാധയാണെന്നുള്ള വിശ്വാസം കൊണ്ട് ആരും ആ ഭാഗത്തേ പോകാറില്ലായിരുന്നു. ആ നാട്ടിൽ തന്നെ ഒരു വീട്ടില് ഒരു കൊച്ചു മിടുക്കി ഉണ്ടായിരുന്നു. ലില്ലി എന്നായിരുന്നു അവളുടെ പേര്. അവൾക്ക് പക്ഷെ ഈ പ്രേതബാധയോ ഇതിനെപ്പറ്റിയൊന്നും ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം അറിയാനുള്ള ഒരു ജിജ്ഞാസ അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പ്രേതബാധയുള്ള വീടിനെ പറ്റി കേൾവിപ്പെട്ട ലില്ലി വളരെ ധൈര്യപൂർവം ആ വീട്ടിലേക്ക് ഒരു ദിവസം ചെന്നു. പോകുന്ന വഴിയിൽ മുഴുവൻ കല്ലും മുള്ളും കാട് പിടിച്ച ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നെത്താൻ ലില്ലി കുറച്ച് കഷ്ടപ്പെട്ടു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു പഴയ ഗേറ്റിൽ തട്ടി അവള് വീണു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഗേറ്റ് അവൾ തള്ളി തുറന്ന് ആ ഗേറ്റിനുള്ളിലേക്ക് അവൾ പോയി. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഗേറ്റിനുള്ളിൽ എല്ലാരും പറഞ്ഞ പോലെ ഒരു പഴയ വീട് ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ മുൻപില് ആരും പറയപ്പെടാത്ത, ആരും പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ഒരു അതിസുന്ദരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. നിറയെ പൂക്കളും ഒരുപാട് പൂമ്പാറ്റകളും ഒക്കെ ആയി ആ പൂന്തോട്ടം വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിന്റെ സൗന്ദര്യം ലില്ലിനെ അതിശയിപ്പിച്ചു. ആ പൂന്തോട്ടത്തിന്റെ നടുവില് ഒരു വലിയ വൃക്ഷം ഉണ്ടായിരുന്നു. അവൾ ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് നടന്നപ്പോ ആ വൃക്ഷത്തിന് താഴെയായിട്ട് നല്ല കൊത്തുപണിയിൽ ചെയ്യപ്പെട്ട ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അവൾ ആ ബെഞ്ചിലിരുന്നു. ലില്ലി ബെഞ്ചിലിരുന്നപ്പോ തന്റെ അടുത്തായിട്ട് ഒരു പുസ്തകം കണ്ടു. അവൾ ആ പുസ്തകം എടുത്തു നോക്കിയപ്പോ അതൊരു ഡയറി ആണെന്ന് മനസ്സിലായി. അവള് മെല്ലന ആ ഡയറി എടുത്ത് തുറന്നു നോക്കി. അത് നോക്കിയപ്പോ പണ്ട് ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന എമിലി എന്ന കുട്ടിയുടെ ഡയറിയാണിതെന്ന് ലില്ലിക്ക് മനസ്സിലായി. ലില്ലി മെല്ലനെ ആ ഡയറി മുഴുവൻ നോക്കി. ആ ഡയറി മുഴുവനും എമിലിയുടെ മനസ്സിൽ ഈ പൂന്തോട്ടത്തിന് എങ്ങനെയൊക്കെ പരിചരിച്ചു എന്നും ഏതൊക്കെ രീതിയിൽ ഈ പൂന്തോട്ടം കാണാൻ എമിലി ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെയും ഒരു തെളിവായിരുന്നു ആ ഡയറി. എമിലിയുടെ മനസ്സിലുള്ള ആ പൂന്തോട്ടം അങ്ങനെ ഒരു ചിത്രം പോലെ ലില്ലിയുടെ മനസ്സിൽ പതിഞ്ഞു. ആ സമയത്ത് ലില്ലിയുടെ മനസ്സിലൊരു തോന്നൽ. എമിലി ഏത് രീതിയിൽ ഈ പൂന്തോട്ടം കാണാൻ ആഗ്രഹിച്ചിരുന്നോ ആ രീതിയിൽ ഈ പൂന്തോട്ടം ഉണ്ടാക്കി കൊണ്ടുവരണം, ആ രീതിയിൽ ഈ പൂന്തോട്ടം ഉണ്ടാവണമെന്ന് ലില്ലി തീരുമാനിച്ചു. അതോടെ ദിവസവും സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ ലില്ലി നേരെ ഇവിടത്തേക്ക് വരും. എന്നിട്ട് എമിലി ഏതൊക്കെ രീതിയിലാണോ ആ ബുക്കിൽ എഴുതി വെച്ചിരുന്ന അതേ രീതിയിൽ പൂന്തോട്ടം പരിപാലിക്കാൻ ലില്ലി ആരംഭിച്ചു. അത് മാത്രല്ല, ഏത് രീതിയിൽ എമിലി താൻ ചെയ്യുന്നതും തനിക്ക് ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങള് ആ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു, അതേപോലെ ലില്ലിയും താൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും താൻ എന്തൊക്കെയാ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എല്ലാം ആ ഡയറിയിൽ കുത്തിക്കുറിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ പഴയ വീട് ഒരു നല്ല ഭംഗിയുള്ള പൂന്തോട്ടായിട്ട് മാറി. പ്രേതാലെന്ന് വിശേഷിപ്പിച്ച് ആ ഭാഗത്തേക്ക് വരാതിരുന്ന ആൾക്കാരെല്ലാം ഈ പൂന്തോട്ടത്തിന്റെ ഭംഗി കണ്ട് ഇത് പ്രേതാലയല്ല, മറഞ്ഞിരിക്കുന്ന പൂന്തോട്ടാണെന്നും പറഞ്ഞ് വന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ലില്ലി ആ പൂന്തോട്ടം നല്ല ഭംഗിയായി നോക്കി. വർഷങ്ങൾക്ക് ശേഷം ലില്ലി ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ പൂന്തോട്ടം നാട്ടുകാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും നാട്ടുകാരെല്ലാം തങ്ങൾക്ക് എപ്പോ കാണണം തോന്നുമോ ആ പൂന്തോട്ടം പോയി നോക്കാനും തുടങ്ങി. ആ വീട് ആളൊഴിഞ്ഞ വീടായിരുന്നെങ്കിലും ആ പൂന്തോട്ടം നല്ല സുന്ദരമായിട്ട് അവിടെ ഉണ്ടായി. കണ്ണുകൊണ്ട് കാണാത്ത ഒരു പെൺകുട്ടിയെ പൂർണ്ണമായി മനസ്സിലാക്കിയ മറ്റൊരു പെൺകുട്ടി. ആ രണ്ട് പെൺകുട്ടികളുടെയും സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും കഥയാണ് ഈ മറിഞ്ഞിരിക്കുന്ന പൂന്തോട്ടം. ഇതാണ് മറിഞ്ഞിരിക്കുന്ന പൂന്തോട്ടം എന്ന കുട്ടിക്കഥ. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും.
ആ ആഗ്രഹം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ആ ആഗ്രഹത്തിന് വേണ്ടി അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥമായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി മുതൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ഇഷ്ടം അത് കണ്ടുപിടിക്കുകയും ആ സന്തോഷം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. എല്ലാവർക്കും കഥ ഇഷ്ടായല്ലോ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ബൈ.